ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററായ യൂറോപ്യന്മാരുടെ വരവ് അവരുടെ സംഭാവനകളുമാണ് പറയുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേർന്ന വർഷം 1498 വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് വിളിച്ചത് KM പണിക്കരാണ്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാടാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കൂറ്റ് എന്നാണ്. പിന്നെ വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ആൽവാരോ വെൻ ഹോവ്. ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്പർ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതാണ്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികളാണ് പോർച്ചുഗീസുകാർ. പിന്നെ കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ പരിശ്രമിച്ചവരാണ് പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർഡ്സ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തുക സ്വന്തമാക്കുകയും ചെയ്തു. അടുത്തത് പോർച്ചുഗീസുകാർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെട്ടു. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചത് 1577 ആദ്യ മലയാള ഭാഷാ പുസ്തകം അച്ചടിച്ചത് പോർച്ചുഗീസ് മിഷണറിമാരാണ്. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചത് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയവരാണ്. വ്യാപാര കുത്തക നേടുന്നതിനുള്ള പരസ്പര മത്സരം നടന്നത് കുരുമുളകിനെ ലക്ഷ്യമാക്കിയിട്ടാണ്. ഇനി അടുത്തത് കുഞ്ഞാലി മരക്കാർ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർമാർ എന്ന പേരിലാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയിലാണ്. പിന്നെ 4 കുഞ്ഞാലി മരക്കാർമാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് കുഞ്ഞാലി നാലാമനെ വധിക്കുകയും ചെയ്തു. അടുത്തത് ഡച്ചുകാരാണ്. ഡച്ചുകാർ കോഴിക്കോട്ടെത്തിയ വർഷം 1604 ഡച്ചുകാർ സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. ഡച്ചുകാർ മധ്യകേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായും കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി വ്യാപാര കുത്തക സ്ഥാപിച്ച പ്രദേശം കൊല്ലമാണ്. ഡച്ചുകാർ പോർട്ടുഗീസുകാരെ കേരളത്തിൽ നിന്നും പുറത്താക്കിയത് 1663 കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിച്ചു. കുളച്ചൽ പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത് ഫ്രഞ്ചുകാർ. വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്വ ശക്തിയാണ് ഫ്രഞ്ചുകാർ. കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും കൂടാതെ തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലും താൽപ്പര്യം കാണിച്ച വിദേശികളാണ് ഫ്രഞ്ചുകാർ. അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ വർഷം 1615 കമ്പനിക്ക് കേരളത്തിൽ പണ്ടകശാലകൾ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച സ്ഥലങ്ങളാണ് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ
സ്ഥലങ്ങളിലാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ്. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി മാറിയത് അഞ്ചുതെങ്ങാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം 1792 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി 1795 ഉടമ്പടിയാണ്. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 18-ാം നൂറ്റാണ്ടുകളിലാണ്. അടുത്തതായിട്ട് മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിൻ്റ് കമ്മീഷണർമാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലിക്കാന നിശ്ചയിക്കുകയും ചെയ്തു. 1793 മാർച്ച് 30 മലബാറിനെ 2 ഭരണമേഖലകളായി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെറുപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറി. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിക്കാന അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും ചെയ്തു. മലബാറിൽ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തിരിച്ച് സർവേ നമ്പർ നൽകി രേഖപ്പെടുത്തി. ഇപ്രകാരം തിട്ടപ്പെടുത്തിയ ഭൂമിയിന്മേൽ നിശ്ചിത നികുതി ഏർപ്പെടുത്തിയിരുന്നു. കാണക്കാർ, കുടിയാന്മാർ, കൂടി കിടപ്പു കർഷകർ എന്ന നിലയ്ക്ക് കണക്കാക്കപ്പെട്ടു. 1788 മുതൽ സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥന് കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റാണ് കേണൽ ജോൺ മൺറോ. അടുത്തത് കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. സ്വയം പര്യാപ്തമായിരുന്ന കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാനുണ്ടായ കാരണമാണ് അടുത്തായിട്ട് പറയുന്നത്. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിൽ ഉണ്ടാക്കിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തതാണ് കാരണമായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളാണ് അടുത്തായിട്ട് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിർ തുടങ്ങിയവയാണ്. പിന്നെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളാണ് അടുത്തായിട്ട് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ്. വ്യാപാരം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ അവലംബിച്ച മാർഗങ്ങളാണ് അടുത്തതായിട്ട്. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയവ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. റോഡുകളും പാലങ്ങളും റെയിൽ പാളങ്ങളും പണിതു. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള ആദ്യത്തെ റെയിൽവേ ലൈൻ മദ്രാസ് റെയിൽവേ കമ്പനി പ്രാവർത്തികമാക്കിയത് 1861 മാർച്ച് 12-നാണ്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ഒരു കൊളോണിയൽ സമ്പദ്ഘടനയുടെ വികാസം. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളെയും കീഴടക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അവിടങ്ങളിലെ സമ്പദ്ഘടനയിലും നിയമവ്യവസ്ഥയിലും ഇടപെടാൻ തുടങ്ങി. ജനങ്ങളുടെ മേൽ ഉയർന്ന നികുതി അടിച്ചേൽപ്പിക്കലും 3 പ്രദേശങ്ങളിലും കൊളോണിയൽ ഭരണാധികാരികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടലുകളും കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഭൂമിയുടെ കൈവശക്കാരായിരുന്ന
നമ്പൂതിരിമാർ ഭൂമിയുടെ പൂർണ്ണ ഉടമകളായി അംഗീകരിക്കപ്പെട്ടു. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ എന്ന ഒരു പുതിയ മധ്യവർത്തി കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു. ഭൂപ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്തു. യൂറോപ്യന്മാർ മുൻകൈയെടുത്ത് തോട്ടകൃഷിയും മൂലധന നിക്ഷേപവും കേരളത്തിൽ ആരംഭിച്ചു. യൂറോപ്യർ ആരംഭിച്ച പ്രധാന തോട്ടവിളകളാണ് തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവയാണ്. മലബാറിലെ വാണിജ്യ കൃഷിയുടെ വികാസത്തിന് കൂടുതൽ സഹായകമായ ഘടകമാണ് 1930കളിലും 1940കളിലും തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റമാണ്. വ്യവസായ വികസനത്തിനായി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണകൂടങ്ങൾ ഇടപെട്ട രീതിയാണ്. അടുത്തായിട്ട് എല്ലാ പ്രദേശങ്ങളിലും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും ഭരണകൂടം സ്വകാര്യ സംരംഭകർക്ക് നൽകാൻ തുടങ്ങി. സ്വകാര്യ സംരംഭകർ വേണ്ടത്ര കടന്നു വരാത്ത മേഖലകളിൽ ഭരണകൂടം നേരിട്ട് നിക്ഷേപം നടത്തുകയും ചെയ്തു. ഭരണകൂടം വ്യത്യസ്തങ്ങളായ തൊഴിൽ നിയമങ്ങളുടെ ചട്ടക്കൂട് തയ്യാറാക്കുന്നതിനോടൊപ്പം കമ്പോള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസം വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിങ് തുടങ്ങിയ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വികാസവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കാൻ കാരണം നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതാണ്. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തത് മരച്ചീനിയാണ്. മലയോര പ്രദേശങ്ങളിൽ വൻതോതിൽ തോട്ടങ്ങളിലായി കൃഷി ചെയ്ത വാണിജ്യ വിളകളാണ് കാപ്പി, തേയില, ഏലം, റബ്ബർ തുടങ്ങിയവയാണ്.